ഇറാൻ ഇസ്രായേൽ സംഘർഷം ലോകരാജ്യങ്ങളെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഇസ്രായേൽ ഇറാനിയുമേൽ നടത്തിയ ആക്രമണത്തിന്റെ കാരണവും അതിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്ന ബാഹ്യശക്തിയെ സംബന്ധിച്ചുമെല്ലാം ഒരുപാട് ചർച്ചകളും തുടങ്ങിയിട്ടുണ്ട്. വെള്ളിയാഴ്ച പുലർച്ചെ ഇറാനുമേൽ ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയതാണ് സ്ഥിതി വഷളാക്കിയത്. ഇറാൻ ഇതിന് തിരിച്ചടി നൽകിയതോടെ സംഘർഷം യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് നീങ്ങിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഇറാന്റെയും ഇസ്രായേലിന്റെയും സൈനിക ശേഷി താരതമ്യം ചെയ്ത് നോക്കാം. കടലാസിൽ 88 ദശലക്ഷം ജനസംഖ്യയും വിശാലമായ ഭൂപ്രദേശവുമുള്ള ഇറാൻ സഖ്യപരമായി ഇസ്രായേലിന് മേൽ മുൻതൂക്കം സ്ഥാപിക്കുന്നുണ്ട്. ഇസ്രായേലിന് 9 ദശലക്ഷം ജനസംഖ്യയാണ് ഉള്ളത്. എന്നാൽ അതിർത്തി പ്രതിരോധം, പരമ്പരാഗത യുദ്ധം എന്നിവ കൈകാര്യം ചെയ്യുന്ന പരമ്പരാഗത സൈന്യത്തിനും ഗുഡ് ഫോഴ്സ്, മിസൈൽ കമാൻഡ്, സൈബർ പ്രവർത്തനങ്ങൾ തുടങ്ങിയ എലൈറ്റ് യൂണിറ്റുകളുടെ ആസ്ഥാനമായ റവല്യൂഷണറി ഗാർഡിനും ഇടയിൽ ഇറാന്റെ സൈന്യം വിഭജിക്കപ്പെട്ടിട്ടുണ്ട്. ഏകദേശം 60 ലക്ഷം സൈനികരെയാണ് സാധാരണ സേനയ്ക്ക് അവകാശപ്പെടാൻ കഴിയുക. അതേസമയം ഗാർഡിന് ഏകദേശം 2 ലക്ഷം സൈനികരുണ്ട്. എന്നിരുന്നാലും ഇസ്രായേലിന്റെയും US-ന്റെയും നിരന്തരമായ പ്രവർത്തനങ്ങൾ കാരണം ഇറാന്റെ പരമ്പരാഗത കഴിവുകൾ തകർന്നു. ഇറാന്റെ പ്രോക്സി നെറ്റ്വർക്കുകളെയും വ്യോമ പ്രതിരോധത്തെയും തരം താഴ്ത്താനും ഇത് കാരണമായി. ഇറാന്റെ ആയുധശേഖരണം കാലഹരണപ്പെട്ട സോവിയറ്റ് കാലഘട്ടത്തിലെ ഉപകരണങ്ങൾ, 1979 മുമ്പുള്ള US ഹാർഡ്വെയർ, ഏറ്റവും പുതിയ റഷ്യൻ കൂട്ടിച്ചേർക്കലുകൾ എന്നിവയുടെ ഒരു മിശ്രിതമാണ്. കാലപ്പഴക്കം ചെന്ന ജെറ്റുകളാണ് ഇറാന്റെ പക്കലുള്ളത്. ഇത്തരത്തിൽ ഇറാൻ ഇസ്രായേലിനേക്കാൾ വളരെ പിന്നിലാണ്. പക്ഷേ ഡ്രോൺ യുദ്ധ വൈദഗ്ധ്യമാണ് ഇറാനെ വേറിട്ട് നിർത്തുന്നത്. ഉക്രൈനെതിരെ റഷ്യയ്ക്ക് ഷഹദ് ആക്രമണ ഡ്രോണുകൾ നൽകിയത് ഇറാനാണ്. എങ്കിലും സുരക്ഷ ഇപ്പോഴും ദുർബലതയായി തുടരുന്നു. റവല്യൂഷണറി ഗാർഡ് നേതാക്കൾ ഉൾപ്പെടെയുള്ള ഉന്നത കമാൻഡർമാർ ഇസ്രായേൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടതും തിരിച്ചടിയാണ്. വെള്ളിയാഴ്ചത്തെ ആക്രമണത്തിൽ ഭൂരിഭാഗവും ആണവ ശാസ്ത്രജ്ഞരെയും ബാധിച്ചു. ഇറാൻ ആയുധ ഗ്രേഡ് തലത്തിലേക്ക് യുറേനിയം സമ്പുഷ്ടമാക്കിയിട്ടുണ്ടെങ്കിലും അത് ആയുധമാക്കാൻ കൂടുതൽ സമയമെടുക്കും. ആണവ മിസൈൽ സൗകര്യങ്ങൾ ഇതിനകം ലക്ഷ്യമിട്ടായിരുന്നു ഇസ്രായേൽ ആക്രമണം എന്നതിനാൽ ഇറാന് വെല്ലുവിളി ഏറെയാണ്. ഇറാന് കോമ്പാറ്റ് വാഹനങ്ങൾ 70,000 ഉള്ളിടത്ത് ഇസ്രായേലിന് 43,407 ആണ് ഉള്ളത്. യുദ്ധവിമാനങ്ങളുടെ എണ്ണം യഥാക്രമം 5,51,612 എന്നിങ്ങനെയാണ്. നാവിക കപ്പലുകൾ ഇറാന് 101 എണ്ണവും ഇസ്രായേലിന് 67 എണ്ണവുമാണ് ഉള്ളത്. അതേസമയം സാങ്കേതിക മികവിലും ഇസ്രായേലാണ് മുന്നിട്ട് നിൽക്കുന്നത്. ഇസ്രായേലിന്റെ പ്രതിരോധ തന്ത്രം, അത്യാധുനിക സാങ്കേതിക വിദ്യ, ശക്തമായ ഒരു ആഭ്യന്തര ആയുധ വ്യവസായം, യുദ്ധത്തിൽ പരീക്ഷിച്ച സേനകൾ എന്നിവയെ സമന്വയിപ്പിക്കുന്നതാണ്. സജീവമായ സൈനികരുടെ എണ്ണം ചെറുതാണെങ്കിലും പരിശീലനം, ഉപകരണങ്ങൾ, പ്രാദേശിക അനുഭവം എന്നിവയിൽ ഇസ്രായേൽ സൈന്യം ഇറാനെ മറികടക്കുന്നു. 2024 ഒരു ബാരേജിൽ ഇറാന്റെ മിക്ക ബാലിസ്റ്റിക് മിസൈലുകളും തടഞ്ഞ US പിന്തുണയോടെ വികസിപ്പിച്ചെടുത്ത ഇസ്രായേലിന്റെ മൾട്ടി ലെയേർഡ് മിസൈൽ പ്രതിരോധമാണ് ഒരു പ്രധാന നേട്ടം. ഫുൾ പ്രൂഫ് അല്ലെങ്കിലും മുൻകാല ആക്രമണങ്ങളിൽ നിന്നുള്ള നാശനഷ്ടങ്ങൾ ഈ സംവിധാനം കുറിച്ചു. ഇസ്രായേൽ പ്രാദേശിക വ്യോമ മേധാവിത്വം, ആണവ ശേഖരവും നിലനിർത്തുന്നു. മാത്രവുമല്ല, ഇസ്രായേൽ ഒറ്റയ്ക്കുമല്ല. അറേബ്യൻ കടലിൽ ഒരു വിമാനവാഹിനി കപ്പൽ, പ്രാദേശിക വ്യോമതാവളങ്ങൾ, ആയിരക്കണക്കിന് സൈനികർ എന്നിവ ഉപയോഗിച്ച് US ശക്തമായ ഒരു പിന്തുണ നൽകുന്നു. അതേസമയം ഇസ്രായേലി ആക്രമണങ്ങൾ ഇറാന്റെ പ്രോക്സികളായ ഹമാസിനെയും ഹിസ്ബുള്ളയെയും ദുർബലപ്പെടുത്തുകയും അതിന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ ദുർബലപ്പെടുത്തുകയും ചെയ്തു. ഇത് ഫലപ്രദമായി തിരിച്ചടിക്കാനുള്ള ടെഹ്റാന്റെ കഴിവിനെ പരിമിതപ്പെടുത്തി. അതേസമയം നിലവിലെ സംഭവങ്ങളിൽ ഇറാൻ ശക്തമായ പ്രതികാരം ചെയ്യുമെന്ന് പ്രതിജ്ഞയെടുത്തിട്ടുണ്ട്. ഇസ്രായേലിനെ മാത്രമല്ല US താവളങ്ങളെയും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്.